ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പഠിച്ചു നിർത്തിയത് ഡിറ്റർമിനൻസ് എന്താണെന്നുള്ളതും 1/1 മെട്രിക്സ് 2/2 മെട്രിക്സ് ഇതിൻ്റെ ഡിറ്റർമിനൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. അതിൻ്റെ പ്രോബ്ലംസും ഒക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2/2 മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മൈന്യൂട്ടായിട്ട് 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ഇഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് എക്സ് 3, 5, 2 ഈക്വൽ ടു 5 ദെൻ എക്സ് ഇസ് ഈക്വൽ ടു ഡാഷ്. അതായത് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 5 ആണെന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഇവിടെ ഉപയോഗിക്കേണ്ട എന്താണ്, ഡിറ്റർമിനൻറ്റിൻ്റെ മെത്തേഡ് ഉപയോഗിക്കുക. നമ്മൾ എന്താ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു, ഞാൻ ജസ്റ്റ് പേര് കൊടുത്തു, എ ഈസ് ഈക്വൽ ടു നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സബ്ട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പം എക്സ് ഇൻറ്റു 2 ഇസ് 2x മൈനസ് 5 ഇൻറ്റു 3 ഇസ് 15 ഈക്വൽ ടു 5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 5 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരെ. അപ്പോൾ 2x മൈനസ് 15 ഈക്വൽ ടു 5 എന്ന് തന്നു. ഈ മൈനസ് 15 നമ്മൾ ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും വരുന്നത്, 2x ഇസ് ഈക്വൽ ടു എന്ത് വരും, 5 പ്ലസ് 15 അല്ലേ. മൈനസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ എന്ത് വന്നു, 2x ഈക്വൽ ടു 20 എന്ന് വന്നു. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ എക്സിൻ്റെ കൂടെയുള്ള 2വിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ therefore x is equal to 20/2, therefore x is equal to 10. നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. സിമ്പിൾ അല്ലേ ഈ ക്വസ്റ്റ്യൻ. നമുക്ക് ഓൾറെഡി എന്താണ് ക്വസ്റ്റ്യനിൽ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മളിതിൽ എന്താ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് മാത്രമേ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല. നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സോൾവ് ഫോർ എക്സ്. നമ്മൾ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്, ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് മെട്രിക്സ്, അതായത് എക്സ് 4, 4x. ഈ പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു, ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ്, x square minus 4 into 4 16 equal to 0. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 16 എന്തെന്ന് വന്നു, 0 എന്ന് നമുക്ക് വന്നു. 0 ഏതാണ്, നമുക്ക് ഓൾറെഡി ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആ 0 ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ ഈ മൈനസ് 16 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്തായിട്ട് മാറും, അത് പ്ലസ് 16 ആയിട്ട് അത് മാറും. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ. 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്. അപ്പം എക്സിൻ്റെ വാല്യൂ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 എന്ന് എഴുതണം കേട്ടോ. ഡയറക്റ്റ് പ്ലസ് 4 എന്ന് എഴുതി വെക്കരുത്, കാരണം മൈനസ് 4ൻ്റെ സ്ക്വയറും 16 ആണ്, പ്ലസ് 4ൻ്റെ സ്ക്വയറും 16 ആണ്. അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് 4. ഒന്നെങ്കിൽ എന്താണ് എക്സിൻ്റെ വാല്യൂ പ്ലസ് 4 ആകാം, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ മൈനസ് 4ഉം ആകാം. ഓക്കെ, അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് 4 എന്ന് എഴുതണമെന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഇത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ഇൻ വിച്ച് ഡിറ്റർമിനൻറ്റ് ഓഫ് 3x(x1) ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് 3,2,4,1. നമുക്ക് എന്താ ഇതിലും എക്സിൻ്റെ വാല്യൂസ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്, ഈ രണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെയും വാല്യൂ ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 3x(x1) എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവും 3,2,4,1 എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവും സെയിം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 3 × 1 3 മൈനസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇവിടെ 3 × 1 3 മൈനസ് 4 × 2 8. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെ ഡിറ്റർമിനൻറ്റ് എഴുതി. മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത് എഴുതിയിട്ടുണ്ട്. ഞാൻ നോക്കിയേ, ഈക്വലിൻ്റെ രണ്ട് സൈഡിലും ഒരേപോലെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ ഇവിടെ ഈ 3യും ക്യാൻസലായി പോകും, അതോടൊപ്പം തന്നെ ഈ മൈനസും ക്യാൻസലായി പോകും. ബാക്കി എന്തുണ്ട്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 8 എന്ന് വന്നു. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 8 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, 8ൻ്റെ റൂട്ട് എടുക്കുക. 8ന് എക്സാക്ട് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, പ്ലസ് ഓർ മൈനസ് √8 എന്ന് നമുക്ക് അതിൻ്റെ ആൻസർ ആക്കി എഴുതാനായിട്ട് പറ്റും. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത 3 പ്രോബ്ലംസും ഏകദേശം ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2-3 പ്രോബ്ലം കൂടെ ചെയ്താൽ നമുക്ക് ഏകദേശം 2/2 മെട്രിക്സിൻ്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് തീരും. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്കൊന്ന് നോക്കിയേക്കാം. അല്ലെങ്കിൽ ആ 2 പ്രോബ്ലംസ് ഞാൻ അടുത്തൊരു വീഡിയോ ആക്കി ഇടാം, ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ 3 പ്രോബ്ലംസ് തന്നെ നമുക്ക് നോക്കാം. പിന്നെ ചെയ്ത് ഈ 3 പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആൻസർ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ
ഞാൻ അതിനനുസരിച്ച് വീഡിയോ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്